നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ക്രിസ്റ്റഫർ നോളനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ക്രിസ്റ്റഫർ നോളനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതായി ഉണ്ടാകും. ക്രിസ്റ്റഫർ നോളൻ്റെ പുതിയ ചിത്രം ഓപ്പൻഹൈമർ ഈ വരുന്ന വെള്ളിയാഴ്ച 21-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ്. ഓപ്പൻഹൈമർ ആരായിരുന്നു? നിയന്ത്രണത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വാദങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയെന്നത് പറയാതിരിക്കാൻ പറ്റില്ല. റോബർട്ട് ഓപ്പൺഹൈമർ 1967 ഫെബ്രുവരി 18 അന്തരിച്ചു. ജീവിതാവസാനം ഓപ്പൺഹൈമറിന് ത്രോട്ട് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. ഇത് അദ്ദേഹത്തിൻ്റെ പുകവലി ശീലത്തിൽ നിന്നുണ്ടായതായിരുന്നു. പിന്നീട് പരാജയപ്പെട്ട ചികിത്സകളുടെ ഒരു പരമ്പരയെ തുടർന്ന് 62 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. സിലിയൻ മർഫിയാണ് പുതിയ ഓപ്പൺഹൈമർ സിനിമയിലെ ഓപ്പൺഹൈമർ. തീർച്ചയായും കാഴ്ചക്കാർക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം അനുഭവിച്ച ആത്മസംഘർഷങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു പ്രകടനം സിലിയൻ മർഫിയിൽ നിന്ന് പ്രതീക്ഷിക്കും. ഒരു ഫസ്റ്റ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ചിത്രത്തിൻ്റെ കഥ പറയുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സ്വയം ഓപ്പൺഹൈമറായി തോന്നിയേക്കാം. ചലച്ചിത്ര നിർമ്മാണ സാങ്കേതികതകളുള്ള അതുല്യവും ദർശനാത്മകവുമായ സമീപനത്തിന് പേരുകേട്ട ഒരു
ബ്രിട്ടീഷ് അമേരിക്കൻ ചലച്ചിത്രകാരനാണ് ക്രിസ്റ്റഫർ നോളൻ. 1970 ജൂലൈ 30 ജനിച്ച നോളൻ തൻ്റെ സങ്കീർണമായ വിവരണങ്ങൾ, സങ്കീർണമായ കഥാപാത്രങ്ങൾ, മനസ്സിനെ വളച്ചൊടിക്കുന്ന ആശയങ്ങൾ എന്നിവയിലൂടെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രതിഭയാണ്. നോളന്റെ സിനിമകളുടെ സവിശേഷത അവയുടെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ വിശദാംശങ്ങളിലേക്ക് സൂക്ഷ്മമായ ശ്രദ്ധ, സമയം, മെമ്മറി, ഐഡന്റിറ്റി, മോറൽ ആംബിഗ്വിറ്റി എന്നിവയുടെ തീമുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ അദ്ദേഹം കൃത്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും. സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ധാരണയെ വെല്ലുവിളിക്കുകയും കഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ പ്രേക്ഷകന്റെ സജീവമായ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സങ്കീർണമായ ഒരു പസിൽ പോലെയുള്ള വിവരണങ്ങൾ തയ്യാറാക്കുന്നതിൽ അദ്ദേഹം വളരെ നിപുണനാണ്. അങ്ങനെയാണ് അദ്ദേഹം കൂടുതലായും അറിയപ്പെടുന്നത്. പലപ്പോഴും പലർക്കും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പലയിടത്തും മനസ്സിലായില്ല എന്നൊക്കെ പലരും ചിത്രം കണ്ടതിന് ശേഷം പറയാറുണ്ട്. പല ഭാഗങ്ങളും മനസ്സിലായില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഗൂഢാലോചനയുടെയും ബൗദ്ധിക ഉത്തേജനത്തിൻ്റെയും ഒരു ബോധം സൃഷ്ടിക്കുന്നതിന് നോളൻ പലപ്പോഴും നോൺ ലീനിയർ സ്ട്രക്ചേഴ്സ്, ഫ്രാഗ്മെന്റഡ് ടൈം ലൈനുകൾ, നറേറ്റീവ് ട്വിസ്റ്റുകൾ ഇതെല്ലാം ഉപയോഗിച്ച് കാണുന്നു. ക്രിസ്റ്റഫർ നോളന്റെ ചലച്ചിത്ര സബരിയുടെ സൂക്ഷ്മവശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സത്യത്തിൽ ഒന്നിൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യുന്നു. ഓപ്പൻഹൈമർ ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഹൈപ്പ്, ആ തരംഗം എല്ലാ ചലച്ചിത്ര പ്രേമികളും ആവേശപൂർവ്വം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 21-നാണ് ചിത്രത്തിൻ്റെ റിലീസ്. ഓപ്പൻഹൈമർ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഓപ്പൻഹൈമർ അത് സൃഷ്ടിക്കുന്ന ഹൈപ്പ്, ഓപ്പൻഹൈമറിൻ്റെ ഹൈപ്പ് എന്താകുമെന്ന് നമുക്കൊന്നുകൂടി കാത്തിരുന്ന് കാണാം. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.